Hi Carrots, and welcome back to my channel. Carrots 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് മെയ് 13 മുതലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ NCC A, B, C ഇതിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നേവിയുടെ ഈ എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും NCC A സർട്ടിഫിക്കറ്റ് ഉള്ളവരും B ഉള്ളവരും C ഉള്ളവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കൂടുതലും കുട്ടികളും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ 2 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2. 2 സ്റ്റേജിൽ റിട്ടൺ എക്സാമും ഉണ്ട്. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഏത് സ്റ്റേജിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും എത്തിയിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു നേവിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ 2 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റേജ് 1 നിങ്ങൾക്ക് ഏത് ബെനിഫിറ്റാണ് കിട്ടുന്നത്, സ്റ്റേജ് 2 നിങ്ങൾക്ക് ഏത് ബെനിഫിറ്റ് കിട്ടും, അതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ NCC A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, അതേപോലെ B ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, C ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, SSRൻ്റെയും MRൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ NCC A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 എക്സാം എഴുതേണ്ടി വരും. NCC B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 എക്സാം എഴുതേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 എക്സാം എഴുതേണ്ടി വരില്ല. അത് നേവി SSR ആണെങ്കിലും അതേപോലെ തന്നെ MR ആണെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, 2026 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നേവിയുടെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 2 ഇൻടേക്കിലേക്കാണ് വന്നത്. അപ്പോൾ 2 ഇൻടേക്കിലേക്കും നിങ്ങൾക്ക് സ്റ്റേജ് 1 എക്സാം എഴുതേണ്ടി വരില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സ്റ്റേജ് 2 കാര്യം നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകേണ്ടതായിട്ട് വരുമോ അതോ ഇല്ല എന്നതിനെക്കുറിച്ചിട്ടാണ്. കുട്ടികളെ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ NCC A ആണോ B ആണോ C ആണോ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നത്, അതിനുശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ ഒരു മെസ്സേജിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് 1 എക്സാം നിങ്ങൾ എഴുതണ്ട, സ്റ്റേജ് 2 നിങ്ങൾ ഡയറക്റ്റ് ക്വാളിഫൈ ആയെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകണോ അതോ വേണ്ടയോ എന്ന് നേവിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകേണ്ടതായിട്ട് വരും. അഡ്മിറ്റ് കാർഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2 സമയത്ത് സ്റ്റേജ് 2 അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊഫൈലൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നോ അത് ഇല്ലയോ എന്ന് നല്ലപോലെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ദിവസം വരെ നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്റ്റേജ് 1 എക്സാം എഴുതാൻ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. അവിടെ ചെന്നിട്ട് എക്സാം എഴുതേണ്ടി വരത്തില്ല, ഹാളിലിരിക്കണം, അറ്റൻഡ് ചെയ്യണം. അവിടെ ഒരു ഓഫീസർ കാണും, അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളെങ്ങ് വിടുന്നതായിരിക്കും. അതായത് എക്സാം കഴിയുമ്പോഴേ നിങ്ങൾ വിടുത്തുള്ളൂ വെളിയിലോട്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സ്റ്റേജ് 2 എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ NCC A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 2 നിങ്ങൾക്ക് 2% അഡീഷണൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം SSRൻ്റെ ആണെങ്കിൽ 2 മാർക്ക് എക്സ്ട്രാ ലഭിക്കും, MR ആണെങ്കിൽ 1 മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. കാരണം എന്താണ്, SSRൻ്റെ എക്സാം 100 മാർക്കിലാണ്, MRൻ്റെ എക്സാം 50 മാർക്കിലാണ്. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ കയ്യിൽ B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4% ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. SSR ആണെന്നുണ്ടെങ്കിൽ 4 മാർക്ക് എക്സ്ട്രാ ലഭിക്കും, MR ആണെന്നുണ്ടെങ്കിൽ 2 മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സ്റ്റേജ് 2 നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് 6% ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. SSRൻ്റെ ആണെന്നുണ്ടെങ്കിൽ 6 മാർക്ക് എക്സ്ട്രാ കിട്ടും, MRൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളും 2026 നേവി SSR MR MAക്ക് തിരക്കുന്ന കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 2 ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ സ്റ്റേജ് 2 നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് നമ്മുടെ സ്റ്റേജ് 1 റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ
ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഇതാണ് കുട്ടികളെ, എല്ലാവരും നോട്ട് ചെയ്യണം. ഈ 2 നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർമിയുടെയും നേവിയുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ചാൻസ് മിസ് ചെയ്യരുത്. 8000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2 ഇൻടേക്കിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2026 ഡിസംബറിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ യൂണിഫോം അണിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.